ഹലോ ഗൈസ്, മറ്റൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ സംസാരിക്കാൻ പോകുന്നത്, നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു ജനറേഷൻ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് AI ആണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. നമ്മുടെ ChatGPT കടന്നു വരുന്നതിന് ശേഷം ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് വളരെയധികമായിട്ടും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ChatGPTക്ക് ശേഷം എല്ലാ കമ്പനികളും എല്ലാ ടെക് ജയൻസും അവരുടേതായിട്ടുള്ള AI ടൂളുമായിട്ട് ഇപ്പോൾ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ ക്യാപിറ്റലോട്ടുണ്ട്, ഗൂഗിളിൻ്റെ ജെമിനി ഉണ്ട്, അങ്ങനെ പല ടൂൾസുകളാണുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ കാണുന്നത് ഗൂഗിൾ ജെമിനി എങ്ങനെ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അതിൽ ഫീച്ചേഴ്സ് ഉള്ളത്, അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അപ്പോൾ നമ്മൾ ഏത് AI ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും AI ടൂൾ യൂസ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. നിങ്ങൾക്ക് എന്ത് AI ടൂൾ യൂസ് ചെയ്തിട്ട് എന്തുവേണം ജനറേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോട്ടോ ജനറേറ്റ് ചെയ്യണമെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഒരു കോഡ് ജനറേറ്റ് ചെയ്യണമെന്ന് ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അത് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിൽ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷനാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. എങ്ങനെ നല്ലൊരു ഇൻസ്ട്രക്ഷൻ AIക്ക് കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ വീഡിയോയിലോട്ട് സ്വാഗതം. നിങ്ങൾ ഈ വീഡിയോ ലാസ്റ്റ് വരെ എന്തായാലും കാണുക. അപ്പോൾ ഇതാണ് ഗൂഗിൾ ജെമിനിയുടെ ഇൻ്റർഫേസ്. അപ്പോൾ നമ്മൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഹലോ വെൽക്കം മെസ്സേജ് ഉണ്ടാകും. ഇപ്പോൾ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അഡ്വാൻസ് വേർഷനാണ്. ഇതൊക്കെയാണ് അഡ്വാൻസ് വേർഷൻ്റെ ഡിഫറെൻറ്റ് വേർഷൻസ് അവൈലബിൾ ആയിട്ടുള്ളത്. 2.0 എക്സ്പെരിമെൻ്റൽ വേർഷനാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കൊറി ചെയ്ത ചാറ്റൊക്കെ കാണാം. താഴെ സെറ്റിങ്സ് ഉണ്ട്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് തീം ചേഞ്ച് ചെയ്യാൻ പറ്റും, അങ്ങനെ എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാം, പിന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അതിൽ മാനേജ് സബ്സ്ക്രിപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ നേരെ എടുത്തുന്നത് Google One പേജിലോട്ടാണ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രിപ്ഷൻ, അതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് അതൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ നമുക്ക് ഫാമിലി സെറ്റിങ്സ്, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഇമെയിൽ പ്രിഫറൻസ്, ഫാമിലി സെറ്റിങ്സ്. ഇപ്പോൾ ഫാമിലി സെറ്റിങ്സിൻ്റെ മാനേജ് ഫാമിലി സെറ്റിങ്സ് ഓപ്ഷൻ ഉണ്ട്. അവർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഫാമിലി മെമ്പറായിട്ട് ഇതിൽ ഏതെങ്കിലും വേറെ ഇമെയിൽ അഡ്രസ് ആഡ് ചെയ്തിട്ടുണ്ട്, ആ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കാണിച്ചു തരും. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ സബ്സ്ക്രിപ്ഷൻ ഷെയർ ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഫാമിലി സെറ്റിങ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വേറെ ഓപ്ഷൻസ് കാണാം. മെമ്പർഷിപ്പ്, ഇതാണ് മെമ്പർഷിപ്പ് പ്ലാൻ. ഡിഫറെൻറ്റ് പ്ലാൻസ് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. പ്രീമിയം പ്ലാനും ആനുവൽ പ്ലാൻ, മന്ത്ലി പ്ലാൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പം നമ്മളിപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന പ്ലാൻ AI പ്രീമിയം പ്ലാനാണ്. 2 GB സ്റ്റോറേജ് അതിൽ കിട്ടും. 1950 പെർ മന്ത്, അതായത് $20 ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഇതിലെല്ലാ പ്ലാനിലും ഫീച്ചേഴ്സൊക്കെ സെയിമാണ്. ഡിഫറൻസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോറേജാണ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന പ്ലാനിൽ 2 GB സ്റ്റോറേജാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഓരോ ഡിഫറെൻറ്റ് പ്ലാനിൽ പോകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സ്റ്റോറേജ് ഇവിടെ കിട്ടും. അതിനനുസരിച്ച് അതിൻ്റെ കോസ്റ്റും ചേഞ്ച് ആയിട്ട് വരും. അപ്പോൾ നമുക്കിത് മന്ത്ലി ആനുവലി ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന AI പ്രീമിയത്തിന് മന്ത്ലി പ്ലാൻ മാത്രമല്ല, ഇയർലി പ്ലാനില്ല. പക്ഷേ മറ്റതിലോട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇയർലി പ്ലാൻസ് ഉണ്ട്. അവിടെ ഇയർലി പ്ലാനിൽ പേ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക്, അതായത് ഒരു വർഷത്തേക്ക് ഒന്നിച്ച് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ അതാണ് സബ്സ്ക്രിപ്ഷൻ ഡീറ്റെയിൽസ്. അപ്പോൾ നമ്മളിപ്പോൾ AI, അതായത് ഗൂഗിൾ ജെമിനിയുടെ പേജിൽ വന്നു. അപ്പോൾ നമുക്കിവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ്, നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻ ചോദിക്കാം, പിന്നെ സ്ക്രീൻഷോട്ടോ അല്ലെങ്കിൽ ഇമേജസോ ആഡ് ചെയ്തിട്ട് അതിന് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, വോയിസ് വെച്ചിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ചില ഓപ്ഷൻസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിതിൽ ഏത് AI ടൂൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ ക്വറി, എങ്ങനെയാണ് നിങ്ങൾ ക്വറി എഴുതുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ഇത്. നിങ്ങൾ എങ്ങനെയാണോ അതിനോട് ചോദിക്കുന്നത് അതിനനുസരിച്ചാണ് നിങ്ങൾക്ക് അതിൻ്റെ റിപ്ലൈ കിട്ടുന്നത്. നിങ്ങളെ ക്വറി കൃത്യമാണെങ്കിൽ നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള റിപ്ലൈ കിട്ടും. അപ്പോൾ നമുക്കൊരു ക്വറി ഒന്ന് എഴുതി നോക്കാം. നമുക്കൊരു സിമ്പിളായിട്ടുള്ള ക്വറി ഒന്ന് ചോദിച്ചു നോക്കാം. സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഗൂഗിൾ സെർച്ചിൽ ചെയ്താലും കിട്ടും. പക്ഷേ നമുക്കൊന്ന് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഒരു സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ഗൂഗിൾ ജെമിനിയോട് ചോദിക്കുന്നത്. നമുക്കിങ്ങനെ, ഹൂ ഈസ് ദ ഫൗണ്ടർ ഓഫ് മൈക്രോസോഫ്റ്റ് എന്ന് ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് പറയുന്നത് നോക്കാം. അപ്പോൾ നമ്മൾ ചോദിച്ചു, അതിൻ്റെ ഉത്തരം നമുക്ക് വരുന്നുണ്ട്. ഫൗണ്ടർ ഓഫ് മൈക്രോസോഫ്റ്റ് ഈസ് ബിൽ ഗേറ്റ്സ് ആൻഡ് പോൾ അലൻ, അങ്ങനെ പറഞ്ഞ് അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അത് ഗൂഗിളിൽ നിന്നും കൂടി ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് എന്ത് പറ്റും, അതിൻ്റെ നമ്മൾ അഡീഷണൽ ആഡ് ചെയ്തതിൻ്റെ ഇൻഫർമേഷൻ അതും കൂടി ഇവിടെ നമുക്ക് കാണിച്ചു തരും. നമുക്ക് ആൻസർ ഇഷ്ടപ്പെട്ടെങ്കിൽ ആൻസർ ലൈക്ക് ചെയ്യാൻ പറ്റും. ലൈക്ക് ചെയ്യുന്ന സമയത്ത് എന്ത് പറ്റും,
അത് ഗൂഗിൾ അക്സെപ്റ്റ് ചെയ്ത് അത് ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഓപ്ഷൻസ് പോയി കഴിഞ്ഞാൽ ഓപ്ഷൻസ് കാണും, ലിസൺ ചെയ്യാൻ പറ്റും, നമുക്കത് വോയിസ് ആയിട്ട് കേൾക്കാൻ പറ്റും, കോപ്പി ചെയ്യാം, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ലിസൺ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ലിസൺ കൊടുത്തു കഴിഞ്ഞാൽ അത് റീഡ് ചെയ്യും ആക്ച്വലി. ഇപ്പോൾ നിങ്ങൾക്ക് വോയിസ് കേൾക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് അത്രേ ഉള്ളൂ, നോർമലി റീഡ് ചെയ്യും. പിന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കാം, പിന്നെ സ്ക്രീൻഷോട്ട് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്കൊരു സാമ്പിൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എങ്ങനെയാണ് സ്ക്രീൻഷോട്ട് എത്ര എഫക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ഇമേജ് എത്ര എഫക്റ്റീവായിട്ടാണ് വർക്ക് ചെയ്യുന്നത് നോക്കാം. ഇപ്പോൾ എൻ്റെ അടുത്തൊരു സ്ക്രീൻഷോട്ട് ഉണ്ട്. അത് ഗൂഗിൾ വർക്ക് സ്പേസിൽ ഗ്രൂപ്പ് സെറ്റിങ്സിൻ്റെ ഇൻഫർമേഷനാണ്. അപ്പോൾ അത് നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഒരു ഗ്രൂപ്പ് കോൺഫിഗറേഷൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊന്ന് ഞാൻ അപ്ലോഡ് ചെയ്തിട്ട് നോക്കാം, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അപ്പോൾ എന്ത് ആൻസറാണ് വരുന്നത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, എക്സ്പ്ലെയിൻ ദിസ് എന്ന് പറഞ്ഞു എന്നിട്ട് എൻ്റർ അടിച്ചു. കണ്ടില്ല, ഇത് എത്ര പെട്ടെന്നാണ് സ്കാൻ ചെയ്തത്, അതായത് നമ്മൾ കൊടുത്ത ഇമേജ് സ്ക്രീൻഷോട്ട് എത്ര പെട്ടെന്നാണ് സ്കാൻ ചെയ്യുന്നത്, അതിൽ ടെക്സ്റ്റൊക്കെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ടുണ്ട്. ഇപ്പം നീ കാണാം, ഇതാണ് ഇതിൻ്റെ സ്ക്രീൻഷോട്ട്. ഇത് ഒരു ഗ്രൂപ്പിൻ്റെ കോൺഫിഗറേഷനാണ്. ആ ഗ്രൂപ്പ് കോൺഫിഗറേഷൻ റീഡ് ചെയ്തിട്ട് എന്തൊക്കെയാണ് ഇതിലുള്ളത് എന്നുള്ളത് കറക്റ്റായിട്ട് ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ്, ഇത്രയും പവർഫുള്ളാണ് ഈ AI ടൂൾ. ഇത് നമ്മൾ ChatGPT ഒക്കെ യൂസ് ചെയ്യുന്ന അതേ സംഭവമാണ്. ChatGPTയും ഇതേപോലെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. എനിക്കൊന്ന് ChatGPT കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ട് കുറച്ചും കൂടി ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ടൂളാണ്. ഗൂഗിൾ ജെമിനി കുറച്ചിങ്ങനെ ലേൺ ചെയ്ത് വരുന്നൊരു AI ടൂളാണ്. പക്ഷെ എന്നാലും നല്ലൊരു ടൂൾ തന്നെയാണിത്. അപ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാം. ബ്രെയിൻ സ്റ്റോമിങ്, കോഡിംഗ് പാർട്ട്ണർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഓപ്ഷൻസ് കാണാം നമുക്ക്. അതൊക്കെ നമുക്ക് ഒരു കാറ്റഗറി ആയിട്ട് കാണിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നമുക്കിപ്പോൾ കോഡിംഗ് പാർട്ട്ണറിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കോഡിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമൽ ചാറ്റിലും പോയിട്ടും ചോദിക്കാം. പക്ഷേ ഇവിടെ അവർ ജസ്റ്റ് ഒരു ഓപ്ഷൻ തന്നേ ഉള്ളൂ. നമുക്കിപ്പോൾ ഒരു കോഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ചോദിക്കാം. നമുക്കൊരു കോഡ് വേണമെന്ന് വിചാരിക്കാം, എന്തെങ്കിലും ഒരു HTML കോഡോ അല്ലെങ്കിൽ ജാവ കോഡോ PHP കോഡോ എന്ത് കോഡാണെങ്കിലും നിങ്ങൾക്ക് ആ കോഡ് എന്ത് കോഡാണ് വേണ്ടത് അത് ചോദിച്ചു കഴിഞ്ഞാൽ, ജെമിനിയോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ട് തരും. അപ്പം ഞാനിപ്പോൾ ചോദിക്കുന്നത് എനിക്കൊരു HTML പേജ് ക്രിയേറ്റ് ചെയ്യണം. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു, ഗിവ് മീ an HTML കോഡ്, സിമ്പിൾ കോഡ്, ഒരു സിമ്പിൾ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള കോഡ് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് ഇവിടെ ലിസ്റ്റ് ചെയ്യാം. വെബ്സൈറ്റ് ഷുഡ് ഇൻക്ലൂഡ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്തിട്ട് ഞാൻ താഴെ അത് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൽ എനിക്ക് വേണ്ടത് ഒന്നാമത്തെ കാര്യം എനിക്കൊരു ഹെഡർ ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഹെഡറിൽ എന്താണ് കാണിക്കേണ്ടതെന്ന് കൂടി പറയാം നമുക്ക്. ഓക്കെ, ഹെഡർ ആസ് ദിസ് ഈസ് മൈ സാമ്പിൾ വെബ്സൈറ്റ് എന്ന് കൊടുക്കാം. അപ്പോൾ അതാണ് ഹെഡർ വേണ്ടത്. താഴെ രണ്ടാമതായിട്ട് എനിക്ക് വേണ്ടത് ഇതിൽ പിന്നെ എന്താണ് വേണ്ടത്, നമുക്കൊരു സൈൻ ഇൻ പേജ്. അതായത് നമുക്ക് സാധാരണ വെബ്സൈറ്റിൽ പോകുന്ന സമയത്ത് സൈൻ ഇൻ ഓപ്ഷൻ ഉണ്ടാവില്ലേ, ഇമെയിൽ യൂസർ നെയിം പാസ്വേഡും കൊടുത്തിട്ട് ആ ഒരു ഇതും കൂടി വേണം, സൈൻ ഇൻ ഫീച്ചർ വേണം. അതുകൂടാതെ സൈൻ അപ്പ് ഫീച്ചറും കൂടി എനിക്ക് ഇതിനകത്ത് വേണം. അപ്പോൾ അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്യാം. പിന്നെ അതുകൂടാതെ നമുക്കൊരു ഡ്രോപ്പ് ഡൗൺ കാണിക്കണം. ഓക്കെ, പിന്നെ അതുകൂടാതെ എനിക്ക് നമുക്ക് സോഷ്യൽ മീഡിയ ലിങ്ക്സ് കാണിക്കാം. ഫസ്റ്റ് സോഷ്യൽ മീഡിയയിലോട്ട് ലിങ്ക് വേണം. പിന്നെ എനിക്ക് ഡ്രോപ്പ് ഡൗൺ വാല്യൂ നമുക്കൊന്ന് അതും കൂടി പറയാം. അപ്പോൾ ഡ്രോപ്പ് ഡൗൺ വേണം. അതിൽ ഡ്രോപ്പ് ഡൗണിൽ എന്തൊക്കെയാണ് വേണ്ടത്, അതായത് ഒരു ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൽ കാണിക്കേണ്ടത് സിമ്പിളായിട്ട് ആഡ് ചെയ്യാം. വാല്യൂ എന്ത് ചെയ്യേണ്ടത്, നമുക്ക് ഇന്ത്യ എന്നും ശ്രീലങ്ക എന്നും ജസ്റ്റ് അത് ചോദിച്ചു നോക്കാം. അപ്പോൾ എനിക്ക് ഇന്ത്യ പിന്നെ ശ്രീലങ്ക, അതായത് ഡ്രോപ്പ് ഡൗണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ രണ്ട് വാല്യൂ കാണിക്കും, ഒന്ന് ഇന്ത്യ ഒന്ന് ശ്രീലങ്ക. അങ്ങനെ ഇത്രയും ഇൻഫർമേഷൻ വെച്ചിട്ട് എനിക്കൊരു HTML പേജ് വേണം. എൻ്റർ അടിച്ചു. അപ്പോൾ ഇതിപ്പോൾ ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഇത് സെയിം HTML കോഡ് നമ്മൾ മാനുവലായിട്ട് ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നോർമലി കുറച്ച് സമയം എടുക്കുമല്ലോ. ഇത് സിമ്പിൾ കോഡാണ്, എന്നാലും കുറച്ച് സമയം എടുക്കും. പക്ഷെ നോക്കി ഇപ്പോൾ എൻ്റെ ഇത് വെച്ച് ഞാൻ ജനറേറ്റ് ചെയ്തു. നമുക്കിപ്പോൾ ഈ കോഡൊന്ന് നോക്കുകയാണെങ്കിൽ ഇതിലെല്ലാം ഇൻഫർമേഷൻ വന്ന് കണ്ടില്ല. ഇതിൻ്റെ ടൈറ്റിലായിട്ട് ഇതിൻ്റെ വെബ്സൈറ്റ് ഇതാണെന്ന് പറഞ്ഞു. ഞാൻ ഹെഡർ ഉപയോഗിച്ചത് ദിസ് ഈസ് മൈ സിമ്പിൾ വെബ്സൈറ്റ് എന്നാണ്, അത് വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ സൈൻ ഇൻ ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞു, സൈൻ ഇൻ ഓപ്ഷൻ കാണിച്ചു. സൈൻ ഇനിൽ എന്തൊക്കെയാണ് വേണ്ടത്, യൂസർ നെയിം വേണം, അത് ടെക്സ്റ്റ് ആയിരിക്കണം, പിന്നെ പാസ്വേഡ് ഉണ്ടാവണം. ഓക്കെ, പാസ്വേഡ് കാണിച്ചു. അതുപോലെ സൈനപ്പിൽ എന്തൊക്കെയാണ് നിങ്ങൾ ഇൻപുട്ട് ചെയ്ത ഇമെയിൽ അഡ്രസ്സ് വേണം, പിന്നെ ക്രിയേറ്റ് പാസ്വേഡ്, അത് പാസ്വേഡ് ടൈപ്പ് ചെയ്യുക, കൺഫേം പാസ്വേഡ് ഓപ്ഷൻ ഉണ്ടാവണം. അങ്ങനെയുള്ള ഓപ്ഷൻസൊക്കെ പറഞ്ഞു. പിന്നെ താഴെ നമുക്ക് എന്ത് വേണം, സോഷ്യൽ മീഡിയ ലിങ്കിനുള്ള ഓപ്ഷൻ തന്നിട്ടുണ്ട്. അവരുടെ ലിങ്ക് നമുക്ക് പേസ്റ്റ് ചെയ്താൽ മതി, വെബ്സൈറ്റിൽ പറ്റും വന്നോളും. പിന്നെ ഡ്രോപ്പ് ഡൗൺ വേണമെന്ന് പറഞ്ഞായിരുന്നു. ആ ഡ്രോപ്പ് ഡൗൺ അത് ഫോമായിട്ട് വന്നു, അതിൽ ഇന്ത്യ ശ്രീലങ്ക എന്നുള്ള ഓപ്ഷൻ വന്നു. അതാണ് ഇത്ര പെട്ടെന്ന് നമ്മൾ HTML കോഡ് ജനറേറ്റ് ആയി. താഴെ അതിൻ്റെ എക്സ്പ്ലനേഷനും തരും. അപ്പോൾ ഇതാണ് ജെമിനി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും, നിങ്ങൾക്കൊരു ഡോക്യുമെൻ്റാണ് വേണ്ടത്, കോഡാണ് വേണ്ടത്,
അല്ലെങ്കിൽ എന്തിനെക്കുറിച്ച് റിസർച്ച് ചെയ്യണം നിങ്ങൾ, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇതിനോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംഭവം പടപടാന്ന് പറഞ്ഞിട്ട് വരും. അപ്പോൾ ഇതിലോട്ട് ക്വറി എങ്ങനെയാണ് എഴുതുന്നത് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നിങ്ങൾ എങ്ങനെയാണ് ചോദിക്കുന്നത്, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് വളരെ കൃത്യവും ക്രിസ്പും ആയിരിക്കണം. ആ ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചോദിക്കുക എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.